വെണ്ടക്ക വെച്ചിട്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാറ് സാമ്പാറായിരിക്കും അല്ലേ. എന്നാൽ പിന്നെ ഇന്ന് വെണ്ടക്കയും തക്കാളിയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതോ അധികം മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കാത്ത നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയേക്കുന്നത്. ഇതിനായിട്ട് ആദ്യമേ തന്നെ മൺചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 6 വെണ്ടക്ക ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. വെണ്ടക്കയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 തക്കാളി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. തക്കാളി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പസമയം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണേ. കുറച്ച് നേരം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ തക്കാളിയും അങ്ങ് സോഫ്റ്റ് ആയിട്ട് വരുവേ. ഇനി ഇതിലോട്ട് ഞാനിത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ഇതിലോട്ട് വേറെ മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതും കുറച്ച് നേരം അങ്ങ് ഇളക്കി കൊടുക്കുക. നമ്മുടെ മുളക് പൊടിയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണേ. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് 1 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മല്ലിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മല്ലി ചേർക്കുമ്പോഴാണ് വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരു പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കണേ. അപ്പോൾ ഞാനിത് തേങ്ങ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കറിയിലോട്ട് ഒഴിക്കാനായിട്ട് പോവാണേ. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കറി നന്നായിട്ടങ്ങ് തിളച്ചിട്ട് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നന്നായിട്ടങ്ങ് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മുടെ അരപ്പ് കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇതൊന്ന് നന്നായിട്ട് തിളക്കാനായിട്ട് വെക്കണേ. ഒരു തിള വരുമ്പോൾ തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യരുത് കേട്ടോ. ഒരു തിള വന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളക്കാനായിട്ട് വെക്കുക. കാരണം നമ്മൾ ഇതിലോട്ട് പച്ചമല്ലിയാണല്ലോ അരച്ച് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മല്ലിയുടെ ടേസ്റ്റ് ഒന്ന് മാറണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളക്കാനായിട്ട് വെക്കണേ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരല്പം ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരല്പ സമയം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഇതിലോട്ട് കടുക് ഒന്ന് വറുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കടുകിൻ്റെ കൂടെ മുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു മിക്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടെയാണ്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വെണ്ടക്ക വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.